ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിഷ് വെയിൽ കൺട്രി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കാണ്. ഇവിടെ ഹോഴ്സ് റൈഡ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആക്ച്വലി ഇതൊരു റയർ ഹിഡൻ പ്ലേസാണ്. ഈ പാർക്ക് ആക്ച്വലി ഒരു ഹിഡൻ ജെമ്മാണ്. സ്റ്റോക്ക് പോർട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഏരിയ ഉണ്ട്. ഒരു 3-4 ഏക്കർ പുറത്ത് ഏരിയ ഉണ്ട്, ഫാം ഹൗസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തായാലും ഈ ഡോഗ് വാക്ക്, സൈക്ലിങ് അതെല്ലാം ഇവിടെയുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇത് മരങ്ങളെല്ലാം ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുന്നത്. പാർക്കിൻ്റെ കറക്റ്റ് നെയിമാണ് റെഡിഷ് വെയിൽ കൺട്രി പാർക്ക് എന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ പാർക്ക് ഫുള്ള് കാണാം. അപ്പോൾ ആമി ചാട്ടം മതി ഓട്ടമൊക്കെ തുടങ്ങി. അവളുടെ സ്ഥിരം പരിപാടി. ഹായ് പറഞ്ഞ ആമി മോളെ. ഹായ് ഹായ് പറ, ഹായ് പറ. ഇങ്ങോട്ട് വീഡിയോയിൽ നോക്കി ഹായ് പറ. ആമിക്കുട്ടി ഹായ് പറ. എല്ലാവരോടും പറ ഹായ് പറ. ഹായ് എന്ന് പറ. ഹായ് ഹായ് കൈ കൊണ്ട് ഹായ് പറ. ഇങ്ങോട്ട് നോക്ക്. ബായ് അല്ല ഹായ്. ഇങ്ങോട്ട് നോക്കിയാ ആമി. വാ 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 വാ, നമുക്ക് കുതിരാനെ കാണാൻ പോവാം. അപ്പോൾ ഞങ്ങൾ പാർക്കിലൂടെ നടക്കാണ്. പാർക്കിലെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മുന്നേ കാറിൽ ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എൻട്രൻസ് പക്ക എൻട്രൻസിലെത്തിയത്. ഇന്ന് ബസ് വഴിയാണ് വന്നത്. അത് കാരണം കൊണ്ട് ഈ എൻട്രൻസ് ഒരു പരിചയമില്ലാത്തൊരു എൻട്രൻസ് കൂടിയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് ഈ റൂട്ടും വലിയ ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും ഇതിനെ നടന്ന് പോവാം. കറക്റ്റ് കാര്യങ്ങൾ ഞാൻ പറയാം എന്തായാലും വീഡിയോയിൽ. ഇപ്പോൾ അതേ കണ്ട, ഞങ്ങൾക്ക് വഴി തെറ്റിയോന്ന് അറിയില്ല. ഞങ്ങൾ എന്തായാലും നോക്കാണ്. കണ്ടാ പാർക്ക് അതിൻ്റെ ഉള്ളിലാണ്. ആ കാണുന്നതാണ് പാർക്ക് ആക്ച്വലി. ഞങ്ങൾ ഈ വഴിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ വഴി കറക്റ്റ് വഴിയാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നടന്ന് നോക്കാം. പക്ഷേ നമ്മൾ ഈ തിരക്കിട്ട നമ്മളെ ജോബും വീടും അതിനിടയിൽ കൊച്ചുങ്ങളെ കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലം റിലാക്സിങ്ങിന് ഭയങ്കര അടിപൊളിയാണ്. കാരണം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, ഈ കിളികളുടെ ശബ്ദവും ചുറ്റും മരങ്ങളും. അപ്പോൾ ഫുള്ള് മരങ്ങളാണ്. ഇത് കണ്ട, ഒരു വിജനമായ വഴിയും ചുറ്റിലും മരങ്ങളും. ആക്ച്വലി അതാണ് പാർക്ക്. അതിൻ്റെ ഉള്ളിലൊരു റിവറുണ്ട്, പിന്നൊരു വലിയൊരു ബ്രിഡ്ജുണ്ട്, പിന്നെ കുറേ അരയന്നങ്ങളും താറാവും ഫിഷിങ്ങിൻ്റെ പരിപാടിയും സൈക്ലിങ്ങിന് കുറേ ട്രാക്കുകളും ഹോഴ്സ് ഫാമും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ശരിക്കും കണ്ടായിരുന്നു ഈ പാർക്ക്. ഇന്നിപ്പോൾ ഞങ്ങൾ ബസ് വന്നാണ് ഈ പാർക്കിൻ്റെ ഇവിടെ ഇറങ്ങിയത്. ഞാൻ പോകുന്ന വഴി കറക്റ്റാണോ ശരിയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നടന്നു നോക്കാണ്. ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ടും നമുക്ക് അത്ര ഈസി അല്ല പാർക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ. ഞാനിപ്പോൾ ഒരു സീനറി കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കണ്ടു നോക്കേ, അതിൻ്റെ ഒരു ബ്യൂട്ടി നോക്കേ. അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട്, അതിനടിയിൽ കൂടെ ഒരു റിവർ പോകുന്നുണ്ട്. കണ്ട, ഒരു റിവർ പോലെ പോകുന്നത് കണ്ട. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. വേണ്ട, ഇപ്പോൾ ഞങ്ങളിത് കുറേ നടന്നിട്ട് ഇത് എത്തുന്നൊന്നുമില്ല. ഇത് ഇപ്പോഴും വിജനമായ വഴിയാണ്. റൈറ്റ് സൈഡിൽ ആ പാർക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണെന്നുള്ളത്. ഈ ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആക്ച്വലി. ഈ ഏരിയ ഫുള്ള് കാണാനും ലുക്ക് വൈസും ആണെങ്കിൽ കൂടെ കാടും എല്ലാം ആയിട്ട് ആമി നാണ്ടേ നടന്നുകൊണ്ടിരിക്കുക. കുറേ നടന്നു പാവട്ടെ എന്ന്.
അപ്പോൾ ഞങ്ങൾക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല, കറക്റ്റായിരുന്നു. ബസ് വരുമ്പോൾ ഇതിങ്ങനെയാണ് എൻട്രൻസ് വരുന്നത്. കുറച്ച് നടക്കാനുണ്ടാവും ബസ് വരുമ്പോൾ. പക്ഷെ പാർക്കിലേക്ക് പെട്ടെന്ന് എൻ്റർ ആവും. പക്ഷേ ഈ ലോങ് റൂട്ട്, ഈ വഴി കൂടെ, ഈ വിജനമായ വഴി കൂടെ നമ്മൾ കുറേ നടക്കണം ഇതുപോലെ തന്നെ. പക്ഷെ നടക്കാൻ നല്ല രസമാണ്. ഈ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ കുറേ നടന്നു കഴിയുമ്പോൾ അവർക്ക് വയ്യാണ്ടാവുമല്ലോ, ആ ഒരു പ്രോബ്ലം ഉണ്ട്. അതർവൈസ് നമ്മളൊറ്റയ്ക്കാണ് ഇപ്പോൾ പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് അടിപൊളിയാണ്. ഇവിടെ ആൾക്കാർ ഓടാനും ഓടുന്നും സൈക്ലിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരിട ദിവസം വന്നേക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ നല്ല തിരക്കൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഞാൻ വീക്കെൻഡ്സ് ഇവിടെ വന്നിട്ടില്ല ആക്ച്വലി. മുന്നേ ഞങ്ങൾ വന്നപ്പോഴും ഇതുപോലെ ഒരു വീക്ക് ഡേയ്സിൽ ആണ് വന്നത്. പക്ഷെ അന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, സമ്മർ ടൈമിലായതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയിട്ടില്ല ഇതുവരെ. ഇന്നെന്തോ നല്ല കാലാവസ്ഥയാണ്, ഇന്ന് സൂപ്പർ, ഇന്ന് നല്ല കുട്ടിയാണ് ആമിക്കുട്ടി. ഇന്ന് എന്നെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ഫുള്ള് അവൾ ഒറ്റയ്ക്ക് നടന്നു, അവൾ ഒറ്റയ്ക്ക് ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായി ഇന്ന് പാർക്കിൽ വരാനായിട്ട്. ഇപ്പോൾ ഇതേ ഒറ്റയ്ക്ക് നടന്നു വരുവാ. ആ ചാടി ചെളിക്കൂടെ നടക്കുന്നില്ല. അവളെ എന്നോട് ചെളിക്കൂടെ നടക്കുന്നെന്ന് പറയാ. ഞാൻ അവളോട് ചെളിക്കൂടെ നടക്കണ്ടേന്ന് പറഞ്ഞു. ചെളിയില്ലാത്ത ഏരിയ നോക്കി നടക്കേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നടന്നോ. അതിലേ വന്നു, അതിലേ അതേ ഡാഡി കൈ കാണിക്കുന്നില്ല. ഇല്ല, ഇത് ഇങ്ങോട്ട് വെക്കുന്നില്ല. ഇതിലേ വാ. നിങ്ങൾ നോക്കണേ, ഇപ്പോൾ ഞാൻ ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇങ്ങനെ ഭയങ്കര രസമാണ് ആക്ച്വലി. ഫുള്ള് കാടുകളാണ്, കാടും ഇങ്ങനത്തെ ഒരു വിജനമായ ഒരു ഏരിയ പോലെ തോന്നും നമുക്ക്. സിറ്റി ആയിട്ടൊരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണിത് ആക്ച്വലി. ഈ പീസ്ഫുള്ളായിട്ടൊരു പ്ലേസ് ആഗ്രഹിക്കുന്നവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ് മാഞ്ചസ്റ്ററിൽ. ഞാൻ നോക്കിയിട്ട് മാഞ്ചസ്റ്റർ പോലെയുള്ളൊരു ടൗൺ ഏരിയയിൽ ഇങ്ങനെ ഇത്രയും പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഇത് എന്തായാലും വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. സാധാരണ നമ്മൾ ഈ കളിക്കുന്ന പാർക്കിൽ പോണ പോലെയൊന്നല്ല, ഭയങ്കര രസമാണ്. ആമിയും ഇന്ന് ആക്റ്റീവാണ് ആക്ച്വലി. അവൾ നന്നായി നടക്കുന്നൊക്കെ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങളൊരു മുകളിലത്തെ വഴി കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നടന്നു, എത്ര നടന്നിട്ടും എത്തുന്നില്ല പാർക്കിൻ്റെ ഡൗൺ സൈഡിലോട്ട്. ഇപ്പോൾ ഇതിലെ പോകുന്നവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് റൈറ്റിലെത്തി കൂടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് ഇറങ്ങാമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കാം, ഞങ്ങൾ എന്തായാലും നടന്നു നോക്കുക രണ്ടും കൽപ്പിച്ച്. ആമിന്ന് നടക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ടാവും താഴെ റിവറൊക്കെ പോകുന്നത്. പിന്നെ അതേ ആമി നടക്കുന്നു. ഇതിൽ കുറേ ഡോഗ് വാക്കേഴ്സ് ഉണ്ട്, എപ്പോഴും ഡോഗ് ഉണ്ട്. അത് കാരണം കൊച്ചിനെ എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധ പോകുന്നതിൻ്റെ. അപ്പോൾ ഞങ്ങൾ നടന്ന് കുറേ നടന്നു. അപ്പോൾ അതേ കണ്ട, ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഈ റിവറും എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേട്ടോ, ഒരു റിവറെല്ലാം പോകുന്നുണ്ട് താഴെ കൂടെ, വലിയ റിവറെല്ലാം ഉണ്ട്. നടന്നതിന് ശേഷം ഞങ്ങൾ എത്തി എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴാണ് വന്നത്. ഇപ്പോഴേ റൈറ്റിലോട്ടൊരു ബ്രിഡ്ജൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വേണ്ട, ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ കാണിക്കുന്നുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന്. എന്തായാലും നോക്കാം. കുറേ നടന്നു, ഒന്നുകൂടെ പോയി നോക്കാണ്.
അപ്പോൾ ആമിക്കുട്ടി ഇന്ന് ഫുൾ ആക്റ്റീവ് ആട്ടാ. എനിക്ക് തോന്നുന്നു നാട്ടിൽ 1 കിലോമീറ്റർ പുറത്ത് ഞങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഒരുപാട് നടക്കാനുണ്ട്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, നമുക്ക് കുറേ നടന്നു കഴിയുമ്പോഴാണ് പല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ റൈറ്റിലോട്ടൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് പാർക്കിലേക്കുള്ള വഴി. ഞങ്ങളെത്തി എന്ന് വിചാരിക്കുന്നു. ഇത് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർക്കിലോട്ട് വഴി കാണിക്കുന്നുണ്ട്. എന്തായാലും നോക്കാൻ പോയി. ഞങ്ങൾ ഒരുപാട് നടന്നതിന് ശേഷം ഒരു അടിപൊളി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ പാർക്കിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ എനിക്ക് കൊച്ചിനും കൂടെ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ ഇടയ്ക്ക് പോകുന്നത് കേട്ടോ സംസാരിക്കുന്നതിൻ്റെ. ഒന്നും വിചാരിക്കരുത്. വേണ്ട, ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. ആ വെള്ളച്ചാട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളച്ചാട്ടം കണ്ട് തുടങ്ങാം നമുക്ക്. എന്തായാലും അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഒരു ഡാം പോലെയാണിത്. നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. നല്ല ഭംഗിയുള്ള സീനറി, വെള്ളച്ചാട്ടം, കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളിനി വേറെ സ്ഥലത്തേക്ക് പോവാണ്, പാർക്കിലോട്ട് പോവാണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഹാരിസൺ സ്ക്വയർ എന്ന് പറഞ്ഞാണ് ഇതിനെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും വായിച്ചു നോക്കാവുന്നതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാം. അപ്പോൾ ഞങ്ങൾ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞു വേറെ സ്ഥലത്തിലോട്ട് പോവാണ്. ഇവിടെ എന്താ നോക്കാണ്. ആമി മോളെ വഴിക്ക് വീഴും, പതുക്കെ നടക്കേ. ഞങ്ങൾ പാർക്കിലെത്തി. പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറാണ്. ഇവിടെ അടിപൊളിയാണ്, വലിയ പാർക്കാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കുഞ്ഞ് പാർക്കല്ല, ഒരുപാട് വലിയ ഏരിയയാണ്. ഇതിൻ്റെ കറക്റ്റ് മാപ്പ് എടുത്തിട്ട് വരുന്നതായിരിക്കും ബുദ്ധി. എനിക്കിന്ന് ഞാൻ ആ മാപ്പ് എടുക്കാതെ വന്ന കാരണം കൊണ്ട് ഞാൻ ശരിക്കും പെട്ടു. ഞാൻ ബസ് കയറി വന്നത്. നമ്മൾ വണ്ടിയിൽ വരാണെങ്കിൽ കറക്റ്റ് സ്പോട്ടിലാണ് ഇറങ്ങുന്നത് ഈ പാർക്കിൻ്റെ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ, ബസ്സിൽ വന്നപ്പോൾ ഞങ്ങൾ ആകെ പെട്ടുപോയി. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ന് പാർക്കിൽ കുറേ നടന്നല്ലാതെ കറക്റ്റ് സ്ഥലത്തെത്താനൊന്നും പറ്റിയില്ല. ആകെ ഈ ഒരു വെള്ളച്ചാട്ടം, അന്ന് വന്നപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടില്ല ഞങ്ങൾ. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റി. അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് ഇവിടെ വന്നു തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായി.